നമസ്കാരം. കുട്ടികൾ കുസൃതി കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കുമ്പോഴോ നമുക്കുണ്ടാവുന്ന ആ ഒരു ദേഷ്യവും സങ്കടവുമൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ് അല്ലേ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികളുടെ സ്വഭാവം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചും അതിനുള്ള ചില പ്രായോഗികവും മാനസികവുമായ പരിഹാരങ്ങളുമാണ് ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കാം. ശരി. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. വളർച്ചയുടെ അടിസ്ഥാനം, ചുറ്റുപാടുകളുടെ സ്വാധീനം, അനുകരണത്തിലൂടെയുള്ള പഠനം, കാഠിന്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ, പിന്നെ എങ്ങനെ ഒരു ചാരനാകാതെ നല്ലൊരു സുഹൃത്താകാം എന്നിവ. ഇതൊരു മാപ്പായി കൂട്ടിക്കോളൂ. വളരെ പ്രായോഗികമായ ചില പരിഹാരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം, വളർച്ചയുടെ അടിസ്ഥാനം, നിർണായകമായ ആദ്യ വർഷങ്ങൾ. ഇവിടെ കുട്ടികളുടെ സ്വഭാവം ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. 80%. ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളൊക്കെ സാധാരണയായി കുട്ടികൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഉടനെ സ്കൂളിനെയോ ടീച്ചർമാരെയൊക്കെയാണല്ലോ കുറ്റം പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കുട്ടി പഠിക്കുന്ന കാര്യങ്ങളുടെ 80% വരുന്നത് സ്കൂളിൽ നിന്നല്ല, മറിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അതെ, അവരുടെ സ്വഭാവം രൂപപ്പെടുന്ന മെയിൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? നോക്കൂ, മനഃശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മുഴുവൻ ഫൗണ്ടേഷനും അത് ശരിക്കും സ്ട്രോങ് ആകുന്നത് അവരുടെ ആദ്യത്തെ 6 വർഷങ്ങളിലാണ്. ഈ ഒരു സമയത്ത് അവർ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ ഭാവി എന്താകണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ കൂടെയുള്ള ഈ ആദ്യകാലം എന്ന് പറയുന്നത് ശരിക്കും അത്യന്താപേക്ഷിതാണ്. ഇനി ഒരു കാര്യം കൂടി നോക്കാം. സാധാരണയായി ഈ ആദ്യ വർഷങ്ങളിൽ കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അമ്മയോടൊപ്പമായിരിക്കുമല്ലോ. അച്ഛൻ മിക്കവാറും ജോലിക്ക് പോകുമ്പോൾ കുട്ടിയുടെ ലോകമെന്ന് പറയുന്നത് തന്നെ അമ്മയാണ്. അതുകൊണ്ട് ഒരു കുട്ടി നല്ല സ്വഭാവമുള്ളവനാകാനും മോശം സ്വഭാവമുള്ളവനാകാനും ഒക്കെ പ്രധാന കാരണം വീട്ടിലെ അന്തരീക്ഷവും പ്രത്യേകിച്ച് അമ്മയുടെ സ്വാധീനവുമാണെന്ന് ഈ ഉറവിടങ്ങൾ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം, ചുറ്റുപാടിന്റെ സ്വാധീനം, വീട്ടുന്തരീക്ഷം എങ്ങനെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. വീട്ടിലെ മൊത്തത്തിലുള്ള ആ ഒരു വൈകാരിക അന്തരീക്ഷം കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വീട്ടിലെ വഴക്കുകൾ കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്ന്? അച്ഛനും അമ്മയും എപ്പോഴും വഴക്കിടുകയോ അല്ലെങ്കിൽ വീട്ടിൽ ആകെ ഒരു ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷമോ ആണെങ്കിൽ കുട്ടികൾക്ക് ശരിക്കും പേടിയും ഒറ്റപ്പെടലുമൊക്കെ തോന്നും. ഈ ഒരു നിരന്തരമായ അസ്വസ്ഥത കാരണം അവർ സമാധാനം തേടി വീടിന് പുറത്തേക്ക് പോകാൻ തുടങ്ങും. ഇത് പലപ്പോഴും അവരെ വളരെ മോശമായ കൂട്ടുകെട്ടുകളിലേക്കും ഒരുതരം മത്സരബുദ്ധിയിലേക്കുമൊക്കെ തള്ളിവിടാൻ കാരണമാകും. ഇതൊന്ന് ഓർത്തുവെച്ചോളൂ. ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവങ്ങളുടെ ഒരു മിക്സാണ്. കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് നമ്മൾ സ്ഥിരമായി കാണുന്നതാണല്ലേ? പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ 2 പേരുടെയും സ്വഭാവങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ആ കുട്ടി. അതുകൊണ്ട് വെറുതെ പരസ്പരം പഴിചാരിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ളൊരു കഥ ഇതിൽ പറയുന്നുണ്ട്. അതായത് ഒരു കള്ളൻ പിടിയിലായപ്പോൾ അയാൾ തന്റെ അമ്മയെ വളരെ മോശമായി ചീത്ത പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? കുട്ടിക്കാലത്ത് അവൻ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോൾ ആ അമ്മ അതൊന്നും തടഞ്ഞില്ല. അന്ന് ആ ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടന്നത് പിന്നീട് എത്ര വലിയ വിപത്തായി മാറിയെന്ന് നോക്കൂ. അതാണ് കാര്യം. മൂന്നാമത്തെ ഭാഗം, അനുകരണത്തിലൂടെയുള്ള പഠനം, കുട്ടികളിലെ കണ്ണാടി പ്രഭാവം. കുട്ടികൾ എങ്ങനെയാണ് കാര്യങ്ങൾ കണ്ടുപഠിക്കുന്നത് എന്ന് നമുക്കിനി നോക്കാം. കുട്ടികളെന്ന് പറയുന്നത് വലിയവരെ അനുകരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത് കാണുന്ന ഒരു കുട്ടി വിചാരിക്കുന്നത് ഓ ഇതൊരു വലിയ സംഭവമാണ് എന്നാണ്. കാരണം അവരുടെ സ്വന്തം ഹീറോ ആണല്ലോ അത് ചെയ്യുന്നത്. നമ്മൾ എത്രയ്ക്ക് ഉപദേശിച്ചാലും വഴക്ക് പറഞ്ഞാലും കാര്യമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവർ ശ്രദ്ധിക്കുന്നതും പിന്നീട് രഹസ്യമായി അനുകരിക്കുന്നതും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ വരുന്ന വളരെ നാച്ചുറലായൊരു ചോദ്യമുണ്ട്. ഈ ശീലം അത്ര മോശമാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എന്തിനാ ഇത് ചെയ്യുന്നത്? വളരെ സിമ്പിളായൊരു ചോദ്യമല്ലേ? എന്നാൽ മാതാപിതാക്കളുടെ ഈയൊരു ഇരട്ടത്താപ്പ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസികമായ കൺഫ്യൂഷൻ ചില്ലറയല്ല കേട്ടോ. നമ്മൾ തന്നെ തെറ്റ് ചെയ്തിട്ട് അവരെ ഉപദേശിച്ചാൽ അവരെന്ത് പഠിക്കാനാണ്? ഇനി 4ാമത്തെ ഭാഗം, കാഠിന്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ, ശാരീരിക ശിക്ഷയുടെ മറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ.
കുട്ടികളെ അടക്കി നിർത്താൻ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എന്നാൽ തികച്ചും തെറ്റായ ഒരു രീതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ദേഷ്യം വരുമ്പോ വെറുതെ കുട്ടികളെ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും കൊണ്ട് അവരൊരിക്കലും അച്ചടക്കം പഠിക്കുന്നില്ല എന്നാണ് ഈ രേഖകൾ വളരെ നിഷ്പക്ഷമായി വ്യക്തമാക്കുന്നത്. പകരം എന്താ സംഭവിക്കാന്നറിയാമോ? അവരിൽ കടുത്ത അപകർഷതാബോധം ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ അവരെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഭാവിയിൽ അവരെക്കാൾ ചെറിയ കുട്ടികളെ ഉപദ്രവിക്കാൻ അതവർക്കൊരു ലൈസൻസായി മാറുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ, തല്ലിയാൽ കുട്ടികൾ നന്നാവില്ല, പകരം കൂടുതൽ അക്രമാസക്തരാവുകയുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കമ്പാരിസൺ നോക്കാം. കുട്ടികൾക്ക് വേണ്ടി ബാങ്കിൽ ഒരുപാട് പണം സമ്പാദിച്ചു വെക്കുന്നതാണോ അതോ അവർക്ക് നല്ലൊരു സ്വഭാവമുണ്ടാക്കി കൊടുക്കുന്നതാണോ ഏറ്റവും വലുത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല സ്വഭാവവും അച്ചടക്കവും ഇല്ലാത്തൊരു കുട്ടിക്ക് നിങ്ങൾ എത്ര വലിയ സ്വത്ത് കൊടുത്താലും അവനത് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് മാതാപിതാക്കൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള അച്ചടക്കവും നല്ല സ്വഭാവവും തന്നെയാണ്. ഒടുവിലായി 5ാമത്തെ ഭാഗം, ചാരനല്ല ഒരു സുഹൃത്ത്, ആരോഗ്യകരമായ വളർച്ചയ്ക്കുള്ള പ്രായോഗിക പരിഹാരങ്ങൾ. നമ്മൾ പ്രശ്നങ്ങളൊക്കെ കണ്ടല്ലോ, ഇനി ഇതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, വളരെ ചെറിയ മാറ്റങ്ങൾ മതി വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ. ഉദാഹരണത്തിന്, കുട്ടികൾക്ക് അത്യാവശ്യത്തിന് ചെറിയ പോക്കറ്റ് മണി കൊടുക്കുന്നത് അവർ മോഷ്ടിക്കുന്നത് തടയാൻ സഹായിക്കും. അതുപോലെ അവരോടൊപ്പം ഇരിക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്തുക. നല്ല കഥകൾ പറഞ്ഞുകൊടുക്കുക. അവരുടെ ആ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾക്ക് ദേഷ്യപ്പെടാതെ വളരെ കൂളായിട്ട് മറുപടി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിംഗ് ശരിക്കും സ്ട്രോങ് ആകും. പലപ്പോഴും ഈ കുട്ടികൾ കിടന്ന് നിലവിളിക്കുന്നതും ഭയങ്കര വാശി പിടിക്കുന്നതും എന്തിനാണെന്നറിയാമോ? അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടാണ്. സ്വന്തം വീട്ടിൽ ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. ഭക്ഷണം കൊടുക്കുക, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, സ്കൂളിൽ വിടുക, ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ഡ്യൂട്ടി. അതിനുമപ്പുറം അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും സമയം കണ്ടെത്തുക എന്നത് അവരുടെ മാനസിക വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നതാണ് കാര്യം. എപ്പോഴും അവരെ സംശയിക്കുന്ന ഒരു CBI ഓഫീസറെ പോലെ പിന്നാലെ നടക്കരുത്. മറിച്ച് വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന, അവർക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മാറണം നമ്മൾ. നമ്മുടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് വളരെ പവർഫുൾ ആയ ഒരു വരിയിലൂടെയാണ്. ഒരു ചാരനെപ്പോലെ പ്രവർത്തിക്കാതെ ഒരു സുഹൃത്തിനെപ്പോലെ അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുക. ഇതൊന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ നിങ്ങളുടെ കുട്ടി ആരായിത്തീരണം എന്നത് ഇന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഒരു വഴികാട്ടിയായ സുഹൃത്താകാൻ തയ്യാറാണോ അതോ വെറുമൊരു ചാരനായി തുടരാനാണോ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിശകലനം അവസാനിപ്പിക്കുന്നു.